ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എന്താ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഒരു വാഷിംഗ് ടാപ്പ് ഉണ്ട്, ക്യൂട്ടായിട്ടുള്ള ഒരു പെന്നും, പിന്നെ ഒരു കത്രി, ഒരൊറ്റ സ്കെച്ചും, ഒരു നോർമൽ ടാപ്പും, 2 A4 ഷീറ്റ്സും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ സ്റ്റിക്കി നോട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു A4 ഷീറ്റ് എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനെ വെച്ച് മടക്കണം. അപ്പോൾ ഇതേപോലെ മടക്കാം. അങ്ങനെ കുറച്ച് മടക്കി വെക്കാം. ഇപ്പോൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? നേരെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് വേണം കട്ടാക്കാൻ, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കത്രി എടുത്തിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഇപ്പം ഇതാക്കുമ്പോൾ ഇത് കട്ടാവും. കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി വാഷിംഗ് ടാപ്പ് ഇത് വേണമെന്നില്ല, ഞാനൊരു ക്യൂട്ട്നെസ്സിന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡ്രോയിങ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിൽ വെക്കാം. എനിക്ക് ക്യൂട്ട് തിങ്സ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാഷിംഗ് ടാപ്പ് എടുത്തത്. ഇപ്പം നമുക്ക് ഇനി വാഷിംഗ് ടാപ്പെല്ലാം ഈ മുറിച്ച് വെച്ച് പേപ്പറിലേക്ക് ഒട്ടിക്കാം. ഒരു A4 ഷീറ്റ് എടുത്തിട്ടാകുമ്പോൾ ഇത്ര ഉണ്ട് ഗൈസ്, ഒരു A4 ഷീറ്റിൽ തന്നെ. അപ്പോൾ ഒരൊറ്റ A4 ഷീറ്റ് മതി, ഞാനത് വെറുതെ എടുത്തതാണ്. ഒരു A4 ഷീറ്റ് മതി. ഒരു A4 ഷീറ്റ് കണ്ടാണ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരൊറ്റ A4 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡെക്കറേഷൻ ചെയ്താൽ സ്റ്റിക്കിനാട്ടാവും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഉള്ളത് സ്കെച്ചും പെന്നുമാണ്. അപ്പോൾ അത് രണ്ടിൻ്റെ ആവശ്യമില്ല. ഒരു നോർമൽ ടാപ്പും വാഷിംഗ് ടാപ്പുമാണ് ഇതിന് വേണ്ടത്. പിന്നെ ഒരു A4 ഷീറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊട്ടിച്ചിട്ടായിട്ട് അതിൻ്റെ മീത്ത ഇതൊട്ടിച്ചാൽ കഴിഞ്ഞ് സ്കെച്ച്. ഇതിനൊരു ഉപകാരവും ഇല്ല, വെറുതെ വെച്ചെന്നേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് ഇപ്പം നമുക്ക് കണ്ട സ്കെച്ച്, ഈ കളർ സ്കെച്ച് എന്ന് പറയുമ്പോൾക്ക് ഒരു യൂസ് ഇല്ല. അത് രണ്ടും വെറുതെ വേറെ ബാണങ്ങ് വെക്കാം. പക്ഷെ ഞങ്ങൾക്ക് അതിലിത് വേണ്ട വന്നിട്ടില്ല. പിന്നെ വാഷിംഗ് ടാപ്പ്, പിന്നെ നമുക്കിതിനെ നേരെ ആക്കാം ഗൈസ്. അപ്പോൾ ഒന്നാക്കിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് ആക്കാം. ഇനി നമുക്ക് നേരെ ഇത് ആക്കാം. അപ്പോൾ ഒന്ന് വാഷിംഗ് ടാപ്പെല്ലാം ഒട്ടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ടാപ്പ് ഒട്ടിച്ചെങ്കിൽ മതി. കണ്ട, വാഷിംഗ് ടാപ്പെല്ലാം ഒട്ടിച്ചിട്ട് സെറ്റായത് നല്ല ക്യൂട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ ഒരു സ്റ്റിക്കി നോട്ട് പോലെ ഉണ്ട്, കണ്ടില്ലേ? ഒരു ക്യൂട്ടായ സ്റ്റിക്കി നോട്ട്. ഇനി നമുക്ക് അതേപോലെ എല്ലാം ആക്കാം. അപ്പോൾ എല്ലാം ആക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ പകുതിയും ആക്കിയിട്ടുണ്ട്. പകുതിയും ആക്കി കഴിഞ്ഞ് താഴെല്ലാം വീഴുന്നുണ്ട്, കയ്യിൽ നിൽക്കുന്നില്ല. ഇനിയും ഉണ്ട് ഗൈസ് ഒരുപാടാക്കാൻ. ഇനിയും എത്ര ഉണ്ട് നോക്ക്, കണ്ടോ? ഇനിയും ഉണ്ട് ഒരുപാടാക്കാൻ. അപ്പോൾ നമുക്കിതാക്കാം. ഇതെങ്ങനെ ആക്കുന്നത് വെച്ചാൽ ഇതെടുക്കാം, കുറച്ച് വാഷിംഗ് ടാപ്പ് എടുക്കാം. വാഷിംഗ് ടാപ്പ് എടുത്തിട്ടായിട്ട് നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. അത് ഇടയിൽ കാണുന്ന തല എൻ്റേത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് നല്ല പങ്കരം ഒട്ടിച്ച് കൊടുക്കാം. വാഷിംഗ് ടാപ്പിന് വാഷിംഗ് ടാപ്പ് ഒട്ടിച്ച് കൊടുത്തെങ്കിൽ ഇത് റെഡിയായി. പിന്നെ ബാക്കിയുള്ളത് കട്ടാക്കിയിട്ട് എടുത്തെങ്കിൽ മതി. കണ്ട, ബാക്കിയുള്ളത് തന്നെ നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കണം. ഇനി കട്ടാക്കാം. കട്ടാക്കുന്നത് ഇത് കാണുന്നില്ല, കട്ടാക്കി ആയി. ഇനിയുമുണ്ട്. അപ്പോൾ ഇനിയുണ്ട് ഇതാക്കാൻ.
കുറേ ഉണ്ട്. ഇനി ഇതാ ഇത് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ഞാൻ സെറ്റാക്കി ടാപ്പ് തന്നെ ആക്കി. ഇതെങ്ങനെ ആക്കുന്നെങ്കിൽ വെച്ചെങ്കിൽ ഇതെടുക്കാം ഒന്ന്. എന്നിട്ട് ടാപ്പ് ഉണ്ടോ, ടാപ്പ് കട്ടാക്കണം. ടാപ്പ് എടുത്തതിന് ശേഷം അത് നമുക്ക് വേണ്ടത്ര വെച്ചിട്ട് കട്ടാക്കാം. അത് കട്ടാക്കിയിട്ടായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് കട്ടാക്കാം. ഇത് നല്ല ഈസിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഹോം മെയ്ഡ് എന്താ പറയുന്നത്, ഇതായി ഹോം മെയ്ഡ് സ്റ്റിക്കി നോട്ടാണ്. നല്ല ക്യൂട്ടായത്. ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ഇങ്ങനെ വാഷിംഗ് ടാപ്പൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡ്രോയിങ്സ് കൊടുത്തെങ്കിൽ മതി. ഇതാ ഈ സ്റ്റിക്കി നോട്ട് ഇപ്പോൾ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അത് കിട്ടുന്നില്ല അത്ര വ്യൂ. അത് ഞാൻ കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് കിട്ടാത്ത ഫോണ്. അതിൻ്റെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇടുന്നെങ്കിൽ റൈറ്റിങ്സാ എന്തായാലും എഴുതി കൊടുക്കാം. അപ്പം നമ്മുടെ സ്റ്റിക്കി നോട്ട് റെഡി. വീട്ടിൽ ചെയ്ത് നോക്കാം. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.